ഹായ് ഫ്രണ്ട്സ്, കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ്. പക്ഷി ഔർ ധീമക് എന്ന് പറയുന്ന ഒരു കഥയാണ്. മയ്യ കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കൈസെ ഹോ ബേട്ട. നമ്മുടെ ആദ്യ കവിതയായ പുൽബനി ധീ മാ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഹൈക്കു കവിത അവിടെയും ഉണ്ടായിരുന്നു. മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കൈസെ ഹോ ബേട്ട. അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്ന് വന്നു. അമ്മ മകനോട് ചോദിക്കുകയാണ്, മകനെ നിനക്ക് സുഖമാണോ എന്ന്. പരിവാറോ മേ ഇസ് തര കാ സങ്കട് ക്യോം. നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹമാരെ പരിവാരോ മേ ഇസ് തര കാ സങ്കട് ക്യോം ഹോ രഹാ ഹെ. പുരാനെ സമാനെ മേ ഹമാരെ പരിവാർ കി വിശേഷത ക്യാ ഥി. പണ്ട് കാലത്ത് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയായിരുന്നു? ഹമാരെ പരിവാർ സംയുക്ത പരിവാർ थे, കൂട്ടുകുടുംബങ്ങളായിരുന്നു. പരിവാർ മേ ദാദാ ദാദി പിതാജി മാതാജി बेटे बेटियां पोता पोते आदि सब होते थे. परिवार में अधिक सदस्य होते थे. लेकिन आज का परिवार कैसा है? आज का परिवार एकल परिवार है या अणु परिवार है. सिर्फ माँ बाप एक या दो बच्चे होते हैं. इसका कारण क्या है? സംയുക്ത പരിവാർ സെ ഏകൽ പരിവാർ മേ ബദൽനെ കാ കാരൺ ക്യാ ഹെ? എന്താണ് അതിനുള്ള കാരണം? സ്വാർത്ഥത, മനുഷ്യൻ്റെ സ്വാർത്ഥത തന്നെയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെയോ എല്ലാ കാര്യത്തിലും അവർ വ്യാവസായിക, അതായത് അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് ആളുകൾക്ക്. ഭോഗോ ഔർ ഫേങ്കോ കി സംസ്കൃതി പനപ്നെ ലഗി ഹെ. അതായത് ഭോഗോ, അതായത് യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംസ്കാരമാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം നമ്മളുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇസ്സെ ജുഡി മുക്തിബോധ് കി കഹാനി ഹെ പക്ഷി ഔർ ധീമക്. പക്ഷി ഔർ ധീമക് ഏക് നൗജവാൻ പക്ഷി കി കഹാനി ഹെ. ഒരു യുവാവായ പക്ഷിയുടെ കഥയാണ് പക്ഷി ഔർ ധീമക്. അതായത് കഥയിലെ പക്ഷി എന്ന് പറയുന്നത് താൽക്കാലിക സുഖത്തിന് വേണ്ടി തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നു. അവസാനം ആ അസ്തിത്വം തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നതാണ് ഈ കഥയിൽ പറയുന്നത്. ഇവിടെ പക്ഷി വീണ്ടും വിചാരമില്ലാതെ, താൽക്കാലിക സുഖത്തിന് വേണ്ടി വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന യുവതലമുറയുടെ പ്രതിനിധിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷി ഔർ ധീമക്. इसमें आपकी किताब में एक चित्र है. चित्र में क्या क्या है? चित्र में पेड़ की डाली पर एक पक्षी बैठा है. नीचे एक बैलगाड़ी है. बैलगाड़ी में गाड़ी वाला है और कुछ बोरे है. बोरे के अंदर क्या है? बोरे के अंदर धीमक है. धीमक എന്ന് വെച്ചാൽ എന്താ? ചിതൽ. വൈറ്റ് ആൻഡ് എന്ന് പറയും ചിതലിനെ. ആ ചാക്കിൻ്റെ അകത്ത് എന്താണുള്ളത്? ചിതൽ. ഒരു പക്ഷി മരക്കൊമ്പിലിരിക്കുന്നു. താഴേക്ക് നോക്കുകയാണ്. താഴെ ഒരു കാളവണ്ടി കാണാം. കാളവണ്ടിയിൽ വണ്ടിക്കാരൻ ഇരിക്കുന്നു. വണ്ടിയിൽ കുറേ ചാക്കുകളുണ്ട്, ചാക്കിൻ്റെ കെട്ടുകളുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത്? അതിനകത്ത് ചിതലാണ് ഉള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. एक था पक्षी, वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. ഒരു പക്ഷി ഉണ്ടായിരുന്നു, യുവാവായ പക്ഷി, നൗജവാൻ പക്ഷി. വഹ നീലേ ആസ്മാൻ മേ. നീലേ ആസ്മാൻ മേ എന്ന് വെച്ചാൽ നീലാകാശത്തിൽ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ താ. വളരെ ഉയരത്തിൽ പറക്കുമായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഔർ മിത്ര ബി ഥേ. പക്ഷി കെ സാത്ത് പക്ഷി കെ പിതാജി ഔർ മിത്ര ബി ഥേ. അവൻ്റെ ഒപ്പം അവൻ്റെ അച്ഛനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി ഥേ. അവരുടെ പ്രത്യേകത എന്താണ്? ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി. വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു അവ. ഉൻകി നിഗാഹോ മേ ബഡി തേസ് ഥി. നിഗാഹ്, ദൃഷ്ടി. ബഡി തേസ്, തേസ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള, ഷാർപ്പ്, നല്ല ഷാർപ്പായിട്ടുള്ള കാഴ്ചശക്തിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഉനെ ദൂർ ദൂർ കി ഭനക്. ഭനക് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ശബ്ദം. और दूर दूर की महक भी मिल जाती. അവർക്ക് വളരെ ചെറിയ ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ ഗന്ധം ലഭിക്കുമായിരുന്നു.
അതാണ് പക്ഷിയുടെ വിശേഷത. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഒരു ദിവസം യുവാവായ പക്ഷി താഴേക്കൂടി പോകുന്ന ഒരു കാളവണ്ടി കാണുന്നു. ഉസ്മേ ബഡേ ബഡേ ഭോരെ ഭരേ ഹുയേ ഹേ. അതിനകത്ത് എന്തായിരുന്നു? വലിയ വലിയ ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹത്താ ഹേ. വണ്ടിക്കാരൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു. എന്താണ് വണ്ടിക്കാരൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്? ദോ ധീമക്കേം ലോ ഏക് പങ്ക് ദോ, ദോ ധീമക്കേം ലോ ഏക് പങ്ക് ദോ. അതായത് 2 ചിതലുകൾ വാങ്ങൂ, ഒരു ചിറക് തരൂ. ചിതലിന് പകരം ഇവിടെ കാശല്ല ചോദിക്കുന്നത്, ചിറകാണ് ചോദിക്കുന്നത്. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കഹരഹാത്ത ദോ ധീമക്കേം ലോ ഏക് പങ്ക് ദോ. അപ്പോൾ പക്ഷി പക്ഷി കഹാ ഉഡ് रहा था? പക്ഷി नीले आसमान में उड़ रहा था. पक्षी के साथ कौन कौन थे? पक्षी के साथ पिताजी और दोस्त थे. पक्षी की निगाह कैसी थी? पक्षी की निगाह तेज थी. നല്ല ഷാർപ്പ് ദൃഷ്ടിയായിരുന്നു. उनकी विशेषता क्या थी? वह ऊंचाई पर उड़ सकता है. दूर दूर की भनक और महक भी उन्हें मिल जाती थी. पक्षी ने किसको देखा? एक दिन एक गाड़ी वाले को देखा. गाड़ी में क्या था? गाड़ी में बोरे थे. बोरे के अंदर क्या था? बोरे के अंदर ധീമക് थे. ചാക്കിനുള്ളിൽ എന്തായിരുന്നു? ധീമക് ഉണ്ടായിരുന്നു. ഗാഡി വാല ക്യാ കഹ രഹാ ഥാ? വണ്ടിക്കാരൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ധോ ധീമക്കേം ലോ ഏക് പങ്ക് ദോ. 2 ചിതലുകൾ വാങ്ങൂ, ഒരു ചിറകു തരൂ എന്നാണ് വണ്ടിക്കാരൻ പറഞ്ഞിരുന്നത്. ഉസ് നവജവാൻ പക്ഷിക്കോ ധീമക്കോ കാ ഷൗഖ് ഥാ. ആ യുവാവായ പക്ഷിക്കാണെങ്കിൽ ഈ ചിതലിനെ തിന്നാൻ വലിയ ഇഷ്ടമായിരുന്നു, താല്പര്യമായിരുന്നു. വൈസേ തോ ഊഞ്ചേ ഉടനെ വാലെ പഞ്ചിയോं को हवा में ही बहुत से कीड़े तैरते हुए मिल जाते. വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് വായുവിൽ തന്നെ അവിടെ നിന്ന് തന്നെ കുറേ ചെറു ചെറു പ്രാണികളെ കിട്ടുമായിരുന്നു. അത്യാവശ്യം അവരുടെ വിശപ്പടക്കാനുള്ള പ്രാണികളെ, കീടങ്ങളെ അവർക്ക് കിട്ടുമായിരുന്നു. ജിനെ ഖാക്കർ വേ അപ്പനി ഭൂക്ക് തോടി സി ബഹുത് ശാന്ത് കർ ലേത്തെ. ഉൻ കീടോं को खाकर ഉൻ പ്രാണിയോं को खाकर, അതായത് ആ കീടങ്ങളെ ഭക്ഷിച്ച്, ആ പ്രാണികളെ ഭക്ഷിച്ച് വേ അപ്പനി ഭൂക്ക് മിഠാത്തെ थे. അവരുടെ വിശപ്പ് അവർ കെടുത്തുമായിരുന്നു, വിശപ്പ് തീർക്കുമായിരുന്നു. ലേക്കിൻ ധീമക്കേം സിർഫ് ജമീൻ പർ മിൽത്തി തീ. എന്നാലോ ധീമക്ക് കിട്ടുന്നത് എവിടെയാണ്? വായുവിലല്ല. എവിടെയാണ്? നിലത്താണ് കിട്ടിയിരുന്നത്. കബി കബി പേടോം പർ, മരങ്ങളിൽ. ജമീൻ സെ തനേ പർ ചടുക്കർ ഊഞ്ചി ഡാൾ തക്ക്, അതായത് തായ്തടിയിലൂടെ ഇങ്ങനെ പടർന്നു കയറി ഉയർന്ന കൊമ്പ് വരെ. വേ അപ്പന മഠിയാല ലംബാഗർ ബനാലേത്തി. ചിതലുകൾ അവരുടെ ചെളി കൊണ്ടുള്ള നീണ്ട വീട് പണിയുമായിരുന്നു. ലേക്കിൻ ഐസേ കുച്ച് ഹി പേട് ഹോത്തെ. അങ്ങനെ ചിതലുകളുള്ള വളരെ ചുരുക്കം മരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. और वे सब एक जगह न मिलते. അവ എല്ലാ മരങ്ങളും ഒരു സ്ഥലത്ത് തന്നെ കാണുമായിരുന്നില്ല. നവജവാൻ പക്ഷി കോ ലഗാ യഹ് ബഹുത് ബഡി സുവിധാ ഹേ. യുവാവായ പക്ഷിക്ക് തോന്നി, അയ്യോ ഇത് ഭയങ്കര സൗകര്യമായല്ലോ. कि एक आदमी दीमकों को भोरे में भरकर बेच रहा है. ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കിനുള്ളിലാക്കി വിൽക്കുകയാണ്. വളരെ സൗകര്യമായി, ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, ഇരുന്നോടത്ത് ഇരുന്നാൽ വാങ്ങാം. वह अपनी ऊंचाइयां छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. അപ്പോൾ ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്നതൊക്കെ പക്ഷി നിർത്തി ഇപ്പോൾ താഴെ മരക്കൊമ്പിൽ വന്ന് ഇരിക്കുകയാണ്. दोनों का सौदा तय हो जाता है. രണ്ടുപേരും തമ്മിൽ കച്ചവടം ഉറപ്പിക്കുന്നു. दोनों का सौदा तय हो जाता है. किन किन के बीच सौदा तय हो जाता है. ആരെല്ലാം ചേർന്നാണ് കച്ചവടം ഉറപ്പിക്കുന്നത്? ഗാഡി വാല और नौजवान पक्षी. अपनी चोंच से एक पर को खींच कर तोड़ने में उसे तकलीफ होती है. അതായത് തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു ചിറക് പറിച്ചെടുക്കുന്നതിൽ അവന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ശരീരത്തിൽ നിന്ന് ചിറക് പറിച്ചെടുക്കുമ്പോഴത്തേക്കും വേദന ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഉസേ വ ബർദാഷ്ത് കർ ലേത്താ ഹേ.
പക്ഷി വഹ സഹലേത്തായ, പക്ഷി അത് സഹിക്കും. കാരണം എന്താണ്? പക്ഷിക്ക് ചിതൽ കഴിക്കണം. അപ്പം ലേശം വേദനയൊക്കെ സഹിച്ചാലും കുഴപ്പമില്ല എന്ന് പക്ഷിക്ക് തോന്നി. मोह में बड़े स्वाद के साथ 2 धीमकें दबाकर वह പക്ഷി ഫുര്യ സെ ഉड़ जाता है. അപ്പോൾ ഒരു ചിറക് പറിച്ചു കൊടുക്കും, 2 ചിതലുകൾ കിട്ടും. വളരെ സന്തോഷത്തോടുകൂടി ആ ചിതലുകളെ വായ്ക്കുള്ളിൽ ഇങ്ങനെ അമർത്തിക്കൊണ്ട് അത് ചിറകടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി പറന്നു പോകുമായിരുന്നു. अब उस पक्षी को गाड़ी वाले से 2 धीमकें खरीदने और 1 पर देने में बड़ी आसानी मालूम हुई. ആദ്യത്തെ തവണ ചിറക് വലിച്ചെടുക്കുമ്പോഴാണ് പറിച്ചെടുക്കുമ്പോഴാണ് വേദന. നിത്യവും ഇത് തന്നെ ആണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശീലമാകും. ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡി വാലേസെ 2 ധീമക്കേം ഖരീദിനെ, ഗാഡിവാല വണ്ടിക്കാരനിൽ നിന്ന് 2 ചെതലുകൾ വാങ്ങാനും അവർ 1 पर देने में, पर എന്ന് വെച്ചാൽ എന്താ ഇവിടെ? പങ്ക്, ചിറക് കൊടുക്കുന്നതിനും ആസാനി മാലൂം ഹുയി, വളരെ എളുപ്പമായി തോന്നി. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को 1 पंख देकर 2 धीमकें खरीद लेता. അതായത് എന്നും അവൻ 3-ാം യാമത്തിൽ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു ചിറക് പറിച്ച് വണ്ടിക്കാരന് കൊടുക്കും, 2 ചെതലുകൾ വാങ്ങി ഭക്ഷിക്കും. കുച്ച് ദിനോं तक ऐसा ही चलता रहा. കുറേ ദിവസം ഇങ്ങനെ ചിറക് കൊടുത്തു, ചെതൽ വാങ്ങി, ഇങ്ങനെ തീറ്റയും ചിറക് പറിച്ചു കൊടുക്കലും നടന്നു. ഏക ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഒരു ദിവസം മകൻ ഇങ്ങനെ ചിറക് പറിച്ചു കൊടുക്കുന്നത് അച്ഛൻ കണ്ടു. ഉസ്നെ സംജാനെ കി കോശിഷ് കി. അതായത് അദ്ദേഹം ഈ മകനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. കി ബേട്ടെ ദീമക്കെ ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ. മോനെ, ഈ ചെതൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം അല്ല, പക്ഷികളുടെ സാധാരണയുള്ള ഭക്ഷണമല്ല അത്. और उनके लिए अपने पंख तो हरगीज नहीं दिए जा सकते. ആ സ്വാഭാവികമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി തൻ്റെ ചിറക് പറിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് അച്ഛൻ മകനെ ഉപദേശിച്ചു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷി അപ്പനെ പങ്ക് ദേക്കർ ധീമക് ലേത്താ ഹേ. പക്ഷി തൻ്റെ ചിറകു കൊടുത്ത് ചിതൽ വാങ്ങുന്നു. യഹാം പക്ഷി കാ കോൻസാ മനോഭാവ പ്രകട ഹോത്താ ഹേ. ഇവിടെ പക്ഷിയുടെ എന്തു മനോഭാവമാണ് നമുക്ക് മനസ്സിലാവുന്നത്? പക്ഷി ഏത് തരത്തിലുള്ള പ്രകൃതമാണ്, ഏത് സ്വഭാവക്കാരനാണ്? കാം കിയേ ബിന ഭോജൻ കർണേ കാ മനോഭാവ്, അല്ലേ? ജോലി ചെയ്യാതെ ഭക്ഷിക്കാനുള്ള ആ ഒരു മനോഭാവമാണ്. ആലസി മനോഭാവ്, അതായത് മടിയനാണ് പക്ഷി, അല്ലേ? അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. കാം കിയെ ബിന ഭോജൻ ഖാനെ കാ ആലസി മനോഭാവ് യഹാ പ്രകട ഹോത്താ ഹേ. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. എന്നാലോ അച്ഛൻ പറഞ്ഞു, ബേട്ട ऐसा करना उचित नहीं है എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ ചെയ്തത്? വളരെ അഹങ്കാരത്തോടുകൂടി അവൻ എന്ത് ചെയ്തു? തൻ്റെ മൂഹ് ദൂസരി അവർ കർദിയ, അവൻ മുഖം തിരിച്ചു. എല്ലാം അറിയാവുന്ന ഭാവത്തിൽ അവൻ എന്തു ചെയ്തു? അച്ഛൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ മുഖം തിരിച്ചു. ഉസേ സമീൻ പർ ഉത്തർ കർ ദീമക്കെ ഖാനെ കി ചട്ട് ലഗ് ഗയി തീ. ഇനി ആര് പറഞ്ഞാലും രക്ഷയില്ല, കാരണം അവന് എന്നും താഴെ ഇറങ്ങി വന്നിട്ട് ഒരു ചിറക് പറിച്ചു കൊടുത്തിട്ട് 2 ചിതലുകൾ വാങ്ങി തിന്നുന്ന ആ തിടുക്കം, ആ ശീലം അവനതിൽ ലയിച്ചു പോയി. अब उसे न तो दूसरे कीड़े अच्छे लगते न फल न अनाज के दाने. ഇപ്പം അവന് വേറെ ഒന്നും വേണ്ട, അവന് മറ്റു പ്രാണികളോ അതുപോലെ പഴങ്ങളോ ധാന്യമണികളോ ഒന്നും അവന് വേണ്ടാതായി. അവനാകെ ചിതൽ മാത്രം മതി. ധീമക്കോं का शौक अब उस पर हावी हो गया था. അതിന് ധീമക്ക്, ചിതൽ തിന്നാനുള്ള അവൻ്റെ ആ ആഗ്രഹം, ചിതലിന് അവൻ ലഹരിയായി തീർന്നു. അവന് ചിതൽ മാത്രം മതിയെന്നായി. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ധീമക്കെ ഹമാര സ്വാഭാവിക ആഹാർ നഹീം ഹേ और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. इस कथन के आधार पर वर्तमान संस्कृति का विश्लेषण करे. ഇവിടെ ധീമക്ക് എന്ന് പറയുന്നത് പക്ഷികളുടെ സ്വാഭാവികമായ ആഹാരമല്ല. അതിനു വേണ്ടിയിട്ട് പങ്ക് തോ പക്ഷി കാ അസ്തിത്വ ഹേ, അതായത് പക്ഷിക്ക് പറക്കണമെങ്കിൽ ചിറക് വേണം. തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തി ആ സ്വാഭാവികമല്ലാത്ത ആഹാരം
വാങ്ങിക്കഴിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഇപ്പോഴത്തെ വർത്തമാൻ സംസ്കൃതി കാ വിശ്ലേഷൺ കരെ. പക്ഷി എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കമ്പനിയോ കെ ചങ്കുൽ മേ ഫസ്നെ വാലെ വർത്തമാൻ സമാജ് കാ പ്രതീക് ഹെ. അതായത് പക്ഷി എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കമ്പനിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയ വർത്തമാന സമൂഹത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രതീകമാണ്. അതായത് ഇന്നെന്താണ് ഖാൻ പാൻ മേ ബദലാവ് ആയാ ഹെ. നമ്മളുടെ ഭക്ഷണ രീതികളിൽ വ്യത്യാസം വന്നിരിക്കുന്നു. പുരാനെ സമാനെ മേ ഹമാരെ ഘർ കെ ആസ്പാസ് ജോ കുച്ച് മിൽത്താ ഹെ. അതായത് പഴങ്ങൾ കിട്ടുമായിരുന്നു, ഫൽ മിൽത്തേ थे और दाना मिलते थे, सब्जियाँ तरकारियाँ मिलती थी. ये सब खाकर हम अपनी भूख मिटाते थे. लेकिन अब क्या हुआ, अब सबको स्वाभाविक आहार पसंद नहीं है. सब तो दूसरा आहार खाकर अपना भूख मिटाना चाहते हैं. सबको फास्ट फूड तो पसंद है. ये तो हमारे स्वास्थ्य के लिए अच्छा नहीं है. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹം ശാരീരിക മാനസിക और आर्थिक रूप से परास्त होते हैं. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. उसे जमीन पर उतर कर दीमक खाने की इच्छट लग गई. അവന് ചിതലുകൾ തന്നെ കഴിക്കേണ്ട ആവശ്യം വന്നു. बस अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया. അവനിപ്പോൾ ചിതലുകൾ മാത്രം മതി. ചിതൽ കഴിക്കുന്നത് അവനൊരു ലഹരി പോലെ ആയിത്തീർന്നു. ഒരു ദുസ്വഭാവം വന്നുപെട്ടാൽ അതിൽ നിന്ന് കരകയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. लेकिन ऐसा कई दिनों तक कितने दिनों तक कई दिनों तक चलता. എത്ര ദിവസം പോകും ചിറക് പറിച്ചു കൊടുത്ത് എത്ര ചിറകുണ്ട് അങ്ങനെ കൊടുക്കാനായിട്ട്. उसके पंखों की संख्या लगातार घटती चली गई. पंखों की संख्या ചിറകുകളുടെ എണ്ണം लगातार തുടർച്ചയായിട്ട് ഘടന എന്ന് വെച്ചാൽ എന്താ, ബഡ്ന കൂടുക, ഘടന കുറയുക. എണ്ണം പറിച്ചു കൊടുക്കും തോറും കുറഞ്ഞല്ലേ വരുന്നത്. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. ഇപ്പോൾ ഉയരത്തിൽ പറക്കാൻ അവന് സാധ്യമല്ലായിരുന്നു ചിറകില്ലാത്തതുകൊണ്ട്. न बहुत समय तक पंख उसे सहारा दे सकते थे. ഇങ്ങനെ പറക്കാൻ ശ്രമിച്ചാൽ തന്നെ ആ വളരെ കുറഞ്ഞ അളവിലുള്ള ചിറകുകളല്ലേ ഉള്ളത്, അത് അവന് ഉയരത്തിലുള്ള ആ പറക്കുന്നതിലേക്ക് അവന് തടസ്സമായി വന്നു. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्ज पर हाँफते बैठ जाना पड़ता. ഉയരത്തിൽ പറക്കാൻ ശ്രമിക്കുമ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും മരക്കൊമ്പുകളിലോ അല്ലെങ്കിൽ ഗോപുരങ്ങളിലോ മരത്തിൻ്റെ ഉയർന്ന ഭാഗത്തോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അണച്ചണച്ച് ഇരിക്കേണ്ട സ്ഥിതി അവന് വന്നു ചേർന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. അവൻ്റെ ഒപ്പം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന അവൻ്റെ അച്ഛനും കൂട്ടുകാരുമൊക്കെ ഇല്ലേ, അവരെല്ലാം വളരെ ഉയരത്തിൽ പറന്ന് വളരെ മുന്നോട്ട് പോയി കഴിയും. ഇവൻ പറക്കുന്നതിനിടയ്ക്ക് തന്നെ ഓരോടത്ത് ഇരുന്ന് ഇങ്ങനെ ശ്വാസം മുട്ടി അവിടെ ഇരുന്ന് അണച്ചുകൊണ്ടിരിക്കും. വഹ് ബഹുത് പിछड़ जाता. അവൻ വളരെ പിന്നിലായി കഴിഞ്ഞു. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. എന്നാലോ ചെതൽ തിന്നണ ആ സ്വഭാവം അവൻ്റെ കുറഞ്ഞില്ല. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ देता रहा. तोड़ कर അതായത് പറിച്ചെടുത്തു കൊടുക്കുമായിരുന്നു ചെതലിന് വേണ്ടി. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. പിന്നെ അവൻ ഓർത്തു, എന്തിനാണ് ആകാശത്തിൽ പറക്കുന്നത്, വെറുതെ യൂസ്ലെസ്, അതെൻ്റെ ആവശ്യമൊന്നും ഇല്ല. വഹ് മൂർഖോं का काम है. അത് വിഡ്ഢികളുടെ ജോലിയാണ് ഇങ്ങനെ ഉയരത്തിൽ പറക്കുന്നത്. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता. ഇപ്പം അവന് പറക്കാനേ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. കഷ്ടിച്ചവൻ ഒരു മരത്തിൽ നിന്ന് പറന്ന് മറ്റൊരു മരത്തിലേക്ക് ചെന്നിരിക്കും, അത്രയേ അവനെ കൊണ്ട് പറ്റുമായിരുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗയി. പതുക്കെ ആ ശക്തിയും കൂടി, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറന്നിരിക്കാനുള്ള കഴിവും കൂടി നഷ്ടപ്പെട്ടു. അവർ ഏക് സമയ വഹ ആയാ ജബ് വഹ് ബഡി മുഷ്കിൽ സെ പേड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचता. പിന്നെ ഇങ്ങനെ ഒരവസ്ഥയും കൂടി അവന്
എത്തിച്ചേർന്നു. പറക്കാൻ പറ്റാതെ ചാടിച്ചാടി ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടിച്ചാടി പോകേണ്ട അവസ്ഥ വന്നു. പറക്കാൻ കഴിഞ്ഞില്ല. ലേക്കിൻ ദീമക് ഖാനെ കാ ശൗക്ക് നഹി ഛൂട്ട. എന്നാലോ ചിതലുകളെ തിന്നാനുള്ള താല്പര്യം ഒട്ടും, ഇത്ര മോശമായ അവസ്ഥ വന്നിട്ടും ചിതലുകളെ തിന്നാനുള്ള അവൻ്റെ കൊതി മാറിയില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്താ ദേ ജാത്ത. ഇടയ്ക്കിടയ്ക്ക് വന്ന് വണ്ടിക്കാരൻ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരുന്നു, ഇവനെ പ്രലോഭനങ്ങളിൽ കുടുക്കിക്കൊണ്ടിരുന്നു. വ കഹി നസർ മേ ന ആത്ത ഉസ്കെ ഇന്തസാർ മേ ഗുൽത്താ രഹത്ത. അതായത് അവനെ പിന്നെ കാണാൻ സാധിക്കുന്നില്ല. വണ്ടിക്കാരൻ പിന്നെ വരാതെയായി. വണ്ടിക്കാരനെ കാത്ത് നിൽക്കേണ്ട സ്ഥിതി വന്നു. ലേക്കിൻ ദീമക്കോ കാ ഷൗക്ക് ജോ ഉസേ ഥാ ഉസ്നെ സോച്ച മേ ഖുദ് ദീമക്കെ ഢൂണ്ടുങ്ക. അതായത് അവന് ചിതലുകൾ കഴിക്കണം എന്നുള്ള ആ ശീലം അതൊരു ഒഴിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമായി മാറി. അപ്പോൾ അവൻ വണ്ടിക്കാരനെ കാണാതായപ്പോൾ അവൻ കരുതി, ഞാൻ ഇനി സ്വയം ദീമക്കിനെ, അതായത് ചിതലിനെ ഞാൻ തന്നെ അന്വേഷിച്ചെടുത്തോളാം, തിന്നാതെ പറ്റില്ല. इसलिए वह पेड़ पर से उतरकर ज़मीन पर आ गया. അവൻ എന്ത് ചെയ്തു? മരത്തിൽ നിന്നിറങ്ങി താഴേക്ക് വന്നു. पेड़ पर से उतरकर ज़मीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. ഒരു പുല്ലിൻ്റെ ഒരു ഇങ്ങനെ ആടിക്കൊണ്ടിരുന്ന ഒരു പുൽക്കൂട്ടത്തിൽ അവൻ അവിടെ വന്നിരുന്നു. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജി മേ ന മാലൂം ക്യാ ആയ. ഒരു ദിവസം അവൻ്റെ മനസ്സിൽ എന്തു തോന്നിയോ ആവോ. വ ഖൂബ് മെഹനത് സെ ജമീൻ മേ സെ ദീമക്കെ ചുൻ ചുൻ കർ ഖാനെ കെ ബജായ് ഉനെ ഇക്കട്ടെ കർണേ ലഗാ. അവൻ ഇങ്ങനെ നിലത്ത് നിന്ന് ദീമക്കെല്ലാം പെറുക്കിയിട്ട് അത് കഴിക്കുന്നതിന് പകരം, കെ ബജായ് എന്ന് വെച്ചാൽ അതിന് പകരം, ഉനെ ഇഖട്ടാ കർണേ ലഗ, അത് ശേഖരിക്കാൻ തുടങ്ങി, കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അബ് ഉസ്കെ പാസ് ദീമക്കോ കെ ഢേർ ഹോ ഗയേ. ഇപ്പോൾ അവൻ്റെ അടുത്ത്, ആ പക്ഷിയുടെ അടുത്ത് ചിതലുകളുടെ കൂമ്പാരം തന്നെയായി. ഫിർ ഏക് ദിൻ ഏകായക് ഏക് വഹ് ഗാഡി വാല ദിഖായി ദിയ. പെട്ടെന്ന് തന്നെ ഒരു ദിവസം വണ്ടിക്കാരനെ കണ്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി. പക്ഷിക്ക് വളരെ സന്തോഷം തോന്നി, വണ്ടിക്കാരനെ കണ്ടല്ലോ. ഉസ്നെ പുകാർ കർ കഹാ ഗാഡി വാലേ ഓ ഗാഡി വാലേ മേ കബ് സേ തുമാരാ ഇന്തസാർ കർ രഹാ താ. വണ്ടിക്കാരാ, ഞാൻ എത്ര നേരമായി നിന്നെ നിങ്ങളെ കാത്തു നിൽക്കുന്നു. പഹ്ചാനി ആവാസ് സുൻകർ ഗാഡി വാല രുഗയ. കേട്ടു പരിചയമുള്ള നല്ല ശബ്ദം. അപ്പോൾ വണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കി. രുഗയ, നിന്നു അവിടെ. തബ് പക്ഷീനെ കഹാ ദേക്കോ മേനെ കിത്തനി സാരി ദീമക്കേൻ ജമാ കർ ലീ ഹേ. നോക്കൂ, ഞാൻ എന്തോരം ചതലുകളാണോ കൂട്ടി വെച്ചിരിക്കുന്നത്. ഗാഡി വാലേക്കോ പക്ഷി കി ബാത് സമജ് മേ നഹി ആയി. ഈ പക്ഷി എന്താ ഇങ്ങനെ പറയണേ എന്നുള്ളത് വണ്ടിക്കാരന് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തനാ കഹാ തോ മേ ക്യാ കരോ. നീ ചതൽ കൂട്ടി വെച്ചെങ്കിൽ അതിന് ഞാനെന്ത് വേണം? വണ്ടിക്കാരൻ ചോദിച്ചു. യേ മേരി ദീമക്കേൻ ലേലോ ഔർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ. എൻ്റെ ഈ ചെതലുകളൊന്ന് വാങ്ങിയിട്ട് എൻ്റെ ആ ചിറകുകളൊന്ന് എനിക്ക് തിരിച്ചു തരാമോ? പക്ഷീനെ ജവാബ് ദിയ. പക്ഷി മറുപടി പറഞ്ഞു. ഗാഡി വാല ഠഠാക്കർ ഹസ്പട. അവൻ പൊട്ടിച്ചിരിച്ചു വണ്ടിക്കാരൻ. ഉസ്നെ കഹാ ബേവക്കൂഫ് മേ ദീമക്കെ ബദലെ പങ്ക് ലേത്താ ഹൂം. എടാ വിഡ്ഡി, ഞാൻ ചിതലിന് പകരം ചിറക് വാങ്ങുന്നുണ്ട്. പങ്ക് കെ ബദലെ ദീമക്ക് നഹി. അതായത് ചിറക് കൊടുത്തിട്ട് ഞാൻ ചിതൽ വാങ്ങാറില്ല. ചെതൽ കൊടുത്തിട്ട് ചിറകാണ് ഞാൻ വാങ്ങുന്നത്. ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ താ. വണ്ടിക്കാരൻ പറയുമ്പോൾ ആ പങ്ക്, ചിറക് എന്നുള്ള ശബ്ദം ഒന്ന് ഊന്നിപ്പറഞ്ഞു. ഗാഡി വാല ചലാകയ. വണ്ടിക്കാരൻ പോയി. പക്ഷി ചട്പടാക്കർ രഹഗയ. പക്ഷി വ്യാകുലപ്പെട്ട് അവിടെ ഇരുന്നു. ഉള്ള ചിറകും നഷ്ടപ്പെട്ടു. കുറേ ചെതലിനെ കൂട്ടിവെച്ചു. വണ്ടിക്കാരന് കൊടുത്ത് ചിറക് തിരിച്ചു മേടിക്കാവുന്ന വ്യാമോഹത്തിൽ. പക്ഷിയോ, വണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കാതെ സ്ഥലം വിട്ടു. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി അവർ അപ്പനെ മൂഹ് മേ ഉസേ ദബാക്കർ ചലി ഗയി. ഏക് ദിൻ ഏക് കാലി ബില്ലി ആയി. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. ഈ പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ചിറകുകളില്ല. വേഗം തൻ്റെ വായിൽ ഈ പക്ഷിയെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ആ പൂച്ച കടന്നു. തബ് ഉസ് പക്ഷി കാ ഖൂൻ ടപക് ടപക് കർ ജമീൻ പർ ബൂന്തോं की ലക്കീർ ബനാ രഹാ ഥാ. അപ്പോൾ ഈ പക്ഷിയെ ഇങ്ങനെ കടിച്ചു പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പക്ഷിയുടെ ചോര, രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീണ് നിലത്ത് ബൂന്തോं की ലക്കീർ ബനാ രഹാ ഥാ. ചോരത്തുള്ളികൾ കൊണ്ട് വരച്ച വര പോലെ അവിടെ ഉണ്ടായി. അതായത് പക്ഷിക്ക് വളരെ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചിറകുണ്ടായിരുന്നെങ്കിൽ
പറന്നു പോകാമായിരുന്നു. ഈ പക്ഷി അപ്പോൾ ആദ്യം ഇല്ലാത്ത ശീലത്തിന് വേണ്ടിയിട്ട് തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നു, ചിറക് പറിച്ചു കൊടുക്കുന്നു. അവസാനമോ വീണ്ടും വിചാരമുണ്ടായപ്പോൾ കഷ്ടപ്പെട്ട് അവൻ തൻ്റെ അസ്തിത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അതിൽ പരാജയപ്പെടുന്നു. അവസാനം പക്ഷിക്ക് ഈ ദുരന്തവും സംഭവിക്കുന്നു. പൂച്ച പക്ഷിയെ കൊല്ലുന്നു. പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.